രവി അവിടുന്ന് പോയിക്കഴിഞ്ഞതും ദേവൻ ദീപയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി. എന്നാൽ ആ കണ്ണുകളെ നേരിടാനുള്ള ശക്തിയില്ലാത്തതിനാൽ വേഗം തിരിഞ്ഞ് ക്യാബിൻ്റെ ഡോറിൽ പതിച്ചിരുന്ന സ്റ്റിക്കർ വലിച്ചിളക്കി കളഞ്ഞു. ഡോർ തുറന്ന് അകത്തേക്ക് പോയി. എല്ലാവരും അവരവരുടെ ജോലികളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. എന്നാൽ അപ്പോഴും ദേവൻ ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോൾ നിറഞ്ഞു തുളുമ്പിയ രവിയുടെ കണ്ണുകളായിരുന്നു ഗൗരിയുടെ ചിന്തകളിൽ. എവിടേക്കെന്നില്ലാതെ നോക്കി നിൽക്കുന്ന ഗൗരിയെ കണ്ട് ദീപ അവളെ ഒന്ന് തൊട്ടു വിളിച്ചു. പെട്ടെന്നൊരു ഞെട്ടലോടെ ഗൗരി ബോധത്തിലേക്ക് തിരിച്ചു വന്നു. നനവ് പടർന്ന അവളുടെ കണ്ണുകൾ ശ്രദ്ധിച്ച് ദീപ "എന്തുപറ്റി നിനക്ക്?" എന്ന് ചോദിച്ചു. ഒന്നുമില്ലെന്ന് തലയാട്ടിക്കൊണ്ട് ഗൗരി അവളുടെ സീറ്റിൽ ചെന്നിരുന്നു. ദേവൻ ആകെ വിഷമിച്ച് അസ്വസ്ഥനായി കണ്ണുകൾ അടച്ച് ചെയറിൽ ചാരിയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഡോറിൽ മുട്ടുന്ന ശബ്ദം കേട്ട് അവൻ കണ്ണുകൾ തുറന്ന് അടഞ്ഞുകിടക്കുന്ന ഡോറിലേക്ക് നോക്കി. ഡോർ തുറന്ന് അകത്തേക്ക് കയറി വന്ന ദീപയെ കണ്ട് ദേവൻ ചെയറിൽ നിന്ന് വേഗം എഴുന്നേറ്റു. ദീപ അടുത്തെത്തിയതും അവൻ പറഞ്ഞു, "ഏട്ടത്തി, ഞാൻ അറിഞ്ഞതല്ല ആ സ്റ്റിക്കർ ഒട്ടിച്ചത്. അത് അവൻ്റെ തീരുമാനാ. അത് കണ്ട് ഏട്ടത്തി ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. സോറി ഏട്ടത്തി. ഈ ക്യാബിനകത്തേക്ക് കയറി വരാൻ ഏട്ടത്തിക്ക് അനുവാദത്തിൻ്റെ ആവശ്യമില്ല. ഏട്ടത്തി കയറി വന്നതിൽ എനിക്കൊന്നും തോന്നിയില്ല. സത്യം ഏട്ടത്തി, എൻ്റെ ഏട്ടനാണേ സത്യം. ദേവ, എനിക്ക് നിന്നെ മനസ്സിലാകും. അതിന് നീ ഏട്ടൻ്റെ പേരിൽ സത്യം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ രവിയോട് നീ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അവൻ നിനക്ക് വേണ്ടി എത്ര ത്യാഗം സഹിച്ചിട്ടുണ്ട്. അവൻ്റെ മനസ്സ് നീ വേദനിപ്പിക്കാൻ പാടില്ലായിരുന്നു. ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണു നിറഞ്ഞത് നീ ശ്രദ്ധിച്ചില്ലേ? അവൻ്റെ ആ പ്രവൃത്തി കൊണ്ട് ഏട്ടത്തിയുടെ മനസ്സ് വേദനിച്ചില്ലേ? ഞാനാണത് ചെയ്തതെന്നോർത്ത് ഏട്ടത്തി സങ്കടപ്പെട്ടില്ലേ? എനിക്ക് സങ്കടം തോന്നി എന്നത് സത്യം തന്നെയാ. എന്നാ നീ രവിയോട് അങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു. അവൻ ഒരുപാട് സങ്കടമായിട്ടുണ്ട്. ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. പെട്ടെന്നുള്ള തീരുമാനത്തിൽ അവൻ നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചാലോ?" ദേവൻ ഒരു ഞെട്ടലോടെ ദീപയെ നോക്കി. "ഏയ്, അവൻ എന്നെ വിട്ട് അങ്ങനെ പോകുമൊന്നുമില്ല," ദേവൻ ഉറപ്പിച്ചു പറഞ്ഞു. ദീപ അവിടുന്ന് പോയതിനു ശേഷം ദേവൻ ആകെ അസ്വസ്ഥനായിരുന്നു. രവിയെ വിളിച്ചു നോക്കിയെങ്കിലും സ്വിച്ച് ഓഫ് ആയിരുന്നു. അതുകൊണ്ട് ലഞ്ച് ബ്രേക്കിന് മുന്നേ തന്നെ ദേവൻ ക്യാബിനിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ദേവൻ പോകുന്നത് കണ്ട് ഗൗരിക്ക് വല്ലാതെ ദേഷ്യം വന്നു. ദേവൻ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ വാച്ച്മാൻ ചെന്ന് കാർ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് കാർ എടുത്ത് ദേവൻ അരികിലേക്ക് വന്നു. വാച്ച്മാൻ കാറിൽ നിന്നിറങ്ങിയപ്പോൾ ദേവൻ പരിസരമൊന്ന് വീക്ഷിച്ചതിന് ശേഷം അയാളോട് ചോദിച്ചു, "രവി എവിടെ?" "രവി സാർ രാവിലെ തന്നെ കാറിൻ്റെ കീ എൻ്റെ കയ്യിൽ തന്നു പോയല്ലോ," അയാൾ പറഞ്ഞു. "പോവേ? എവിടേക്ക്?" "അത് പറഞ്ഞില്ല സർ." "ആ സാറിൻ്റെ ആരെങ്കിലും മരിച്ചിരുന്നോ? കരയുന്നുണ്ടായിരുന്നു." അത് കേട്ടതും ദേവൻ്റെ ഹൃദയം ഒന്ന് പിടഞ്ഞു. അവൻ കാറിൽ കയറിയപ്പോൾ ദേവൻ്റെ ഒഫീഷ്യൽ ഫോൺ കാറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൻ വേഗം കാറെടുത്ത് മഹേന്ദ്രത്തിലേക്ക് പോന്നു. കാറിൽ നിന്നിറങ്ങി ഔട്ട് ഹൗസിലേക്കൊന്ന് നോക്കി. അതിനുശേഷം പതിയെ അവിടേക്ക് നടന്നു. ഡോർ തുറക്കാൻ ശ്രമിച്ചപ്പോൾ അത് പൂട്ടിയിരിക്കുകയാണെന്ന് മനസ്സിലായി. മഹേന്ദ്രത്തിന് മുന്നിൽ വന്ന് കോളിംഗ് ബെല്ലടിച്ച് ഡോർ തുറന്നതും ദേവൻ ചോദിച്ചു, "രവി വന്നിരുന്നോ?" "ഇല്ല കുഞ്ഞേ." "അവൻ അവിടുന്ന് നേരത്തെ പോന്നിരുന്നോ?" ദേവൻ അതിന് മറുപടിയൊന്നും പറയാതെ അകത്തേക്ക് കയറി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് റൂമിൽ പോയിരുന്ന് ഓഫീസ് ക്യാമറ ഓൺ ചെയ്ത് നോക്കി. രവി കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നത് കണ്ട് അവന് സഹിച്ചില്ല. വീണ്ടും ദേവൻ രവിയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കി. സ്വിച്ച് ഓഫ് തന്നെയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഓഫീസിൽ പോയെങ്കിലും അവൻ തീരെ അസ്വസ്ഥനായിരുന്നു. ഗൗരി ഓഫീസിൽ നിന്ന് വന്ന ഉടനെ ഔട്ട് ഹൗസിൽ ചെന്ന് നോക്കി. അത് പൂട്ടിയിരിക്കുകയായിരുന്നു. മഹേന്ദ്രത്തിലും രവി ഇല്ലെന്ന് മനസ്സിലായപ്പോൾ അവൾക്ക് വല്ലാതെ സങ്കടം തോന്നി. വൈകുന്നേരം ഓഫീസിൽ നിന്നിറങ്ങി ക്ലബ്ബ്, ബാറ് എന്നീ രവി പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം ദേവൻ രവിയെ അന്വേഷിച്ചു. അവിടെ ഒന്നും കാണാതെ വിഷമത്തോടെ വീട്ടിലേക്ക് തന്നെ പോന്നു. ഏറെ വൈകി വീട്ടിലെത്തിയ ദേവൻ്റെ കൂടെ രവിയെ കാണാത്തതുകൊണ്ട് രാമേട്ടൻ ആശങ്കയോടെ ചോദിച്ചു, "രവി എവിടെ കുഞ്ഞേ? ഉച്ചയ്ക്കും അവനെ കണ്ടില്ലല്ലോ." "ഇയാൾ ആട്ടിയിറക്കി വിട്ടു," ഗൗരി നിയന്ത്രണം വിട്ടു പറഞ്ഞു. ഒന്നും മനസ്സിലാകാതെ രാമേട്ടൻ അത്ഭുതത്തോടെ ഗൗരിയെ നോക്കി. അവൾ തുടർന്നു, "അതെ രാമേട്ടാ, അടിച്ചിറക്കി വിട്ടു. ഇയാളുടെ ഓഫീസിൽ ഇയാളുടെ സമ്മതമില്ലാതെ നല്ലതെന്ന് കരുതി ആ പാവം ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു. അത് മറ്റാർക്കോ സങ്കടമായെന്ന് കരുതി രവിയേട്ടനെ ഇനി കൺമുന്നിൽ കാണരുതെന്ന് പറഞ്ഞ് ഇയാൾ ഓഫീസിൽ നിന്ന് ഇറക്കി വിട്ടു." "കുഞ്ഞേ," രാമേട്ടൻ ശാസനയോടെ വിളിച്ചു. ദേവൻ കുറ്റബോധത്തോടെ തല താഴ്ത്തി മുഖം തിരിച്ചു നിന്നു. ഗൗരിയുടെ വാക്കുകൾ മുന വച്ചതുപോലെ അവനെ തറച്ചു.
സാർ സാറെന്ന് വിളിച്ച് ഒരടിമയെ പോലെ കൂടെ നടന്ന് ഇയാൾക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തതിന് ഇയാൾ നൽകിയ പാരിതോഷികം. മറ്റാർക്കോ വേദനിച്ചതിന് ഇയാൾ കൊടുത്ത ശിക്ഷ. ഗൗരി, മതി. താക്കീത് പോലെ ദേവൻ പറഞ്ഞു. എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞിട്ടില്ല. ബാക്കിയുള്ളതും കൂടെ നിങ്ങൾ കേൾക്കണം. ഓഫീസ് ക്യാബിനാ അത്. അവിടെ ഇരുന്ന് ഒഫീഷ്യലായോ പേഴ്സണലായോ ഉള്ള ഡിസ്കഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ മറ്റാരും കേൾക്കാൻ പാടില്ലാത്തത്. അതുകൊണ്ട് തന്നെ അനുവാദം വാങ്ങി അകത്ത് കയറുന്നതാ മര്യാദ. നിങ്ങളുടെ കാമുകി ഒരിക്കൽ അതെന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അനുവാദം വാങ്ങി മാത്രം അകത്ത് കയറണം എന്നൊരു ബോർഡ് വെച്ചതിന് ആ പാവ രവിയേട്ടനെ നിങ്ങൾ എന്തുമാത്രം വേദനിപ്പിച്ചു. അയാൾ ചെയ്തത് തെറ്റാണോ? അനുവാദം വാങ്ങാതെ അകത്ത് കയറി വന്ന ദീപചേച്ചി ചെയ്തത് തെറ്റ് തന്നെയല്ലേ? ഗൗരി, നീ മിണ്ടാതിരുന്നോ. സകല നിയന്ത്രണം പോയിരിക്കുക ഞാൻ. എന്തു ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. നിങ്ങൾക്ക് മാത്രം ദേഷ്യം വരുമോ? നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതും മാത്രമാണോ ശരി? ദേവൻ കയ്യിലുണ്ടായിരുന്ന ലാപ്ടോപ്പ് ബാഗ് ലിവിംഗ് ഹാളിൻ്റെ സെറ്റിയിലേക്ക് വലിച്ചെറിഞ്ഞ് അവിടുന്ന് ഇറങ്ങി. കുഞ്ഞേ, ഈ നേരത്തെ എവിടെയും പോകല്ലേ എന്ന് പറഞ്ഞ് രാമേട്ടൻ പുറകെ ചെന്നു. എന്നാൽ ദേവൻ രാമേട്ടനെ വകവയ്ക്കാതെ കാറെടുത്ത് അവിടുന്ന് പോയി. രാമേട്ടൻ ദേഷ്യത്തോടെ അകത്തേക്ക് കയറി വന്ന് ഗൗരിയോട് പറഞ്ഞു. രവിയെ കാണാത്തതിൽ കുഞ്ഞിനുള്ള സങ്കടമൊന്നും നിനക്കുണ്ടാവില്ല. രവിയെ അടിക്കിയ വഴക്ക് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലും വലിയ തെറ്റ് അവൻ ചെയ്തിട്ടുണ്ടാകും. അല്ലെങ്കിൽ തന്നെ കുഞ്ഞിനെ ചോദ്യം ചെയ്യാൻ നീ ആരാ? നാലാളറിയെ താലി കെട്ടി ഭാര്യയായി കൈപിടിച്ച് കൊണ്ടുവന്നതൊന്നും അല്ലല്ലോ. പോകാൻ മറ്റൊരിടമില്ലാത്തതുകൊണ്ട് ഇവിടെ അഭയം തന്നിരിക്കുന്നു എന്നല്ലേ ഉള്ളൂ. രാമേട്ടൻ്റെ വാക്കുകൾ കേട്ടതും ഗൗരി തരിച്ചു നിന്നുപോയി. അയാളുടെ ഓരോ വാക്കും ഒരു കല്ലേറ് പോലെ അവളുടെ നെഞ്ചിൽ വന്ന് പതിച്ചു. വാശിയോടെ സംസാരിച്ചിരുന്ന ഗൗരിയുടെ മുഖത്തെ ചായം പതുക്കെ മാഞ്ഞു. ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്ന അവളുടെ കൈകൾ പെട്ടെന്ന് തളർന്നു. ഒരു നിമിഷം എന്തു പറയണമെന്നോ എങ്ങനെ പ്രതികരിക്കണമെന്നോ അറിയാതെ അവൾ നിശബ്ദയായി. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയെങ്കിലും കരച്ചിൽ പുറത്തു വരാതിരിക്കാൻ അവൾ ചുണ്ടുകൾ കടിച്ചമർത്തി പിടിച്ചു. താനൊരു ഭാര്യയാണെന്നും തൻ്റെ ഭർത്താവിൻ്റെ അനീതികൾക്കെതിരെ താൻ ശബ്ദമുയർത്തുകയുമാണെന്ന് കരുതിയിരുന്ന അവളിൽ പെട്ടെന്ന് ഒരു തിരിച്ചറിവുണ്ടായി. താനൊരു അന്യയാണെന്നുള്ള സത്യം. അതവളെ തകർത്തു കളഞ്ഞു. അവൾ ഒന്നും മിണ്ടാനാകാതെ തറയിലേക്ക് കണ്ണും നട്ട് ശില പോലെ നിൽക്കുമ്പോൾ അകത്തുനിന്ന് ഭാനുവിൻ്റെ ശക്തമായ ശബ്ദം ഉയർന്നു. രാമേട്ടാ! ഗൗരി ഞെട്ടിത്തരിച്ച് വിശ്വസിക്കാനാവാതെ ഭാനുവിനെ തന്നെ നോക്കി നിന്നു. ഭാനുക്കുഞ്ഞെ, ദേവൻ കുഞ്ഞു പോയത് കണ്ടില്ലേ ഏതവസ്ഥയിലാണെന്ന്? രവി കൂടെ ഇല്ല. എവിടെ പോയി എന്തൊക്കെ ചെയ്യുമെന്ന് ആർക്കും തന്നെ പറയാൻ കഴിയില്ല. വണ്ടി എടുത്താ പോയിരിക്കുന്നത്. പെട്ടെന്നാണ് രാമേട്ടൻ ഭാനുവിനെ ഗൗരി കണ്ടു കഴിഞ്ഞു എന്ന സത്യം തിരിച്ചറിഞ്ഞത്. രാമേട്ടൻ ഒന്ന് ഞെട്ടി ഗൗരിയുടെ മുഖത്തേക്ക് നോക്കിയതിനു ശേഷം തല താഴ്ത്തി നിന്നു. രാമേട്ടൻ ആരുടെ മുഖത്ത് നോക്കിയാ സംസാരിക്കുന്നതെന്ന് മറന്നുപോയോ? ദേവൻ കെട്ടിയ താലിയാ അവളുടെ കഴുത്തിൽ കിടക്കുന്നത്. ദേവന്റെ ഭാര്യയായി ഇവൾ. അത് രാമേട്ടൻ മറന്നുപോയോ? ഭാനുക്കുഞ്ഞേ, കുഞ്ഞ് അങ്ങനെ ഒരവസ്ഥയിൽ പോയതിൻ്റെ സങ്കടത്തിൽ. ഗൗരി അത്ഭുതത്തോടെ രാമേട്ടനെയും ഭാനുവിനെയും മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ അടുത്തേക്ക് ഭാനു നടന്നു വന്നു. അടുത്തെത്താറായതും ഗൗരി പേടിച്ചൊന്നു പുറകിലേക്ക് നീങ്ങി. എന്നെ പേടിക്കണ്ട, ഞാൻ പ്രേതവും ഭൂതമൊന്നും അല്ല എന്ന് പറഞ്ഞ് കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ഗൗരിയുടെ കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ദേവന്റെ അമ്മയാ? അവൾ ഒരു ഞെട്ടലോടെ ഭാനുവിനെയും രാമേട്ടനെയും നോക്കി. അതെ മോളെ, കുഞ്ഞിൻ്റെ അമ്മയാ ഭാനു. അമ്മയും മകനും തമ്മിൽ ഒരു ചെറിയ തെറ്റിദ്ധാരണ. അമ്മയെ കാണുന്നതോ മിണ്ടുന്നതോ കുഞ്ഞിന് ഇഷ്ടല്ല. ഭാനുക്കുഞ്ഞ് ഇവിടെ ഉണ്ടെന്ന് ദയവ് ചെയ്ത് കുഞ്ഞിനോട് പറയരുത്. അത് മാത്രല്ല, ഭാനുക്കുഞ്ഞ് ഇവിടെ ഉണ്ടെന്ന് മറ്റാരും അറിയരുത്. ഒരുപാട് ശത്രുക്കളുണ്ട്. അതുകൊണ്ടാ കുഞ്ഞ് ഈ ഒരവസ്ഥയിൽ ഇപ്പോൾ പുറത്തേക്ക് പോയപ്പോൾ അത് മോള് കാരണമാണല്ലോ എന്നോർത്ത് ഞാൻ വഴക്ക് പറഞ്ഞത്. എന്നോട് ക്ഷമിക്കും മോളെ. മുറ്റത്തും വരാന്തയിലുമായി ചെടികൾ നിറഞ്ഞു നിൽക്കുന്ന ആ വീടിൻ്റെ കവാടത്തിൽ സാകേതം എന്നെഴുതിയ ഒരു ബോർഡുണ്ടായിരുന്നു. രാത്രി ഏറെ വൈകിയിരുന്നതിനാൽ ആ വീട് നിശബ്ദതയിൽ ഉറങ്ങുകയായിരുന്നു. പെട്ടെന്ന് ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം തുടർച്ചയായി മുഴങ്ങി. ആ ശബ്ദം കേട്ട് വീട്ടുകാരെല്ലാം ഞെട്ടിയുണർന്നു. ആരാ ഈ പാതിരാത്രിയിൽ? അമ്മ പരിഭ്രമത്തോടെ ചോദിച്ചു. ആരാന്നറിയില്ലല്ലോ അമ്മേ, ഞാൻ ചെന്ന് നോക്കാം എന്ന് പറഞ്ഞ് മകൾ ലൈറ്റ് ഓണാക്കി. വേഗത്തിൽ ചെന്ന് മുൻവശത്തെ ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കിയ അവൾ അവിടെ നിൽക്കുന്ന ആളെ കണ്ട് സന്തോഷത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു.